മെക്ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നോർമലി 25,000 കിലോമീറ്ററോ ഒരു വർഷം നിരത്തിലിറങ്ങി ഒരു വർഷം തികഞ്ഞ വണ്ടികളോ ആണ് മെക്ഡ്രൈവിൻ്റെ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താറ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിസാൻ്റെ മൈക്ര എന്ന മോഡലാണ്. സോ നമുക്ക് പീരിയോഡിക് മെയിൻ്റെനൻസിനായി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി കാണുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതിൽ .4 ഗ്രേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെവൽ മനസ്സിലാവും. ഇതങ്ങനെ മാറ്റുകയൊന്നും വേണ്ട, ഇതിൻ്റെ ലെവൽ നോക്കിയാൽ മതി. മിനിമം മാക്സിമം ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മിനിമത്തിൽ താഴെ പോകാൻ നോക്കിയാൽ മതി. അഥവാ മിനിമത്തിൽ താഴെ പോവുകയാണെങ്കിൽ മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്യുക, അത്ര മാത്രം ശ്രദ്ധിക്കുക. .4 ആണത്. അടുത്തായിട്ട് വരുന്നത് ഇതിൻ്റെ ഓയിൽ, എഞ്ചിൻ ഓയിൽ. ഇത് ഈ എഞ്ചിൻ ഓയിൽ ക്യാപ്പ് ഊരി ഇതിനകത്തൂടെ നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഇത് ഡ്രെയിൻ ചെയ്യുന്നത് താഴെ കൂടെയാണ്, അതിന് ഇനി വഴിയെ കാണിക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്നത് ഇതിൻ്റെ ഓയിൽ സ്റ്റിക്കാണ്. ഇത് ലിഫ്റ്റ് ചെയ്ത് ഇതെടുത്ത് ഇതിനകത്ത് നമുക്ക് ഓയിൽ ലെവൽ നോക്കാൻ കഴിയും. ഇതിന് മാക്സിമം മിനിമം ലെവലുണ്ട്. മിനിമം ലെവലിൽ താഴെയാണെങ്കിൽ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. 25,000 സർവീസാണ്. അതുകൊണ്ട് ഇപ്പോൾ കിലോമീറ്റർ ആയില്ലെങ്കിൽ പോലും ഇത് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്നതാണ് കൂളൻ്റ് റിസർവെയർ. ഇതും മാക്സിമം മിനിമം ലെവലുണ്ട്. മിനിമം ലെവലിൽ താഴാതെ നോക്കുക. നിങ്ങൾ ഈ കാണുന്നതാണ് വിൻഷീൽഡ് റിസർവെയർ. ഇത് ഓപ്പൺ ചെയ്ത് ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം തന്നെയാണ്. നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എയർ ഫിൽറ്ററാണ്. ഇത് ഈ കാണുന്നതാണ് എയർ ഫിൽറ്റർ. ഇത് ഇളകി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എയർ ഫിൽറ്റർ കാണാൻ കഴിയും. ഇത് 2 ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ബോക്സ് ഓപ്പൺ ആവും. ഇതാ ഈ കാണുന്നതാണ് എയർ ഫിൽറ്റർ. ഇതിപ്പോൾ നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ ഓടിയ വണ്ടിയാണ്. വലിയ പൊടിയൊന്നും ഇതിൽ കാണുന്നില്ല. ഇപ്പോൾ വെറുതെ ഇത് മാറേണ്ട ആവശ്യമില്ല. ഇത് അല്ലെങ്കിലും 500 രൂപന് വില വരുന്നുള്ളൂ. നമുക്ക് മാറണമെങ്കിൽ മാറാം. ഇപ്പോൾ ഈ ഫിൽറ്റർ എന്തായാലും നമ്മൾ മാറുന്നില്ല, കാരണം ഇതിൽ വലിയ പൊടി കാണുന്നില്ല. നമ്മൾ ഇത് തന്നെ ഇതിൽ തിരിച്ച് ഇടുകയാണ്. വേണമെങ്കിൽ നമ്മൾ തട്ട് നോക്കി അറിയാം, വലിയ പൊടി ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും. ഇതിപ്പോൾ വലിയ പൊടിയില്ല. സോ ഇത് തന്നെ നമ്മൾ തിരിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു സ്കില്ലൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതിനകത്ത് വെക്കുന്നു. 2 ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ മെയിൻ പാർട്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഓയിലാണ്. നമ്മൾ എയർ ഫിൽറ്റർ അധികം പൊടിയില്ലാത്തത് കൊണ്ട് മാറിയില്ല. അതുപോലെ നമുക്ക് ഓയിൽ മാറാതിരിക്കാൻ കഴിയില്ല. 10,000 കിലോമീറ്റേഴ്സ് ആയാൽ എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യുക. സോ നമ്മൾ ഇതിൻ്റെ ഓയിൽ എന്തായാലും ചേഞ്ച് ചെയ്യുകയാണ്. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫിൽറ്ററും എന്തായാലും മാറുക. സോ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഓയിൽ ഫിൽറ്റർ അഴിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ആ ഓയിൽ ഫിൽറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ഊരിയെടുക്കാം. ഇനിയിപ്പോൾ ഊരപ്പോൾ ടൈറ്റ് ആണെങ്കിൽ ഒരു റിഞ്ച് ഉപയോഗിക്കാം. റിഞ്ച് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഓയിൽ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നതും ഊരുന്നതും ഹാൻഡ് കൊണ്ട് തന്നെ ആയിരിക്കണം. ഞാൻ കാണിച്ചു തരാം. ആൻറ്റി ക്ലോക്ക് വൈസ് അതിങ്ങനെ നിസ്സാരമായിട്ട് തിരിച്ചിളക്കാവുന്നതാണ്. ഓയിൽ വീഴാൻ വേണ്ടി അടിയിലൊരു ട്രേ വെച്ചേക്കുക. ഇത് ഫിൽറ്ററിൽ നിൽക്കുന്ന ഓയിലാണ്. ഈ കാണുന്നതാണ് ഓയിൽ സമ്പ്. ഈ കാണുന്നത് ഡ്രെയിൻ നെറ്റാണ്. ഈ ഡ്രെയിൻ നെറ്റ് ഊരി നമുക്ക് സുഖമായിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ നെറ്റ് സ്പാൻ ഇടുന്നു. ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഇത് ലൂസാവും. പിന്നെ നമുക്ക് കൈകൊണ്ട് ലൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സ്പാനർ സൈസ് ഈ നെറ്റ് 14 mm ആണ്. ഇത് നെറ്റ് ഊരപ്പോൾ തന്നെ ഓയിൽ വീഴും. അപ്പോൾ ഒരു ട്രേ അതിൻ്റെ അടിയിൽ കരുതി വയ്ക്കുക. ഇതിന് 2.8 ലിറ്റർ ഓയിലാണ് നിസാൻ മൈക്രയ്ക്ക് വേണ്ടി വേണ്ടത്. അപ്പോൾ ഒരു 2 ലിറ്റർ ഓയിലോളം ഇതിൽ നിന്ന് ഡ്രെയിനായി വരും. അത് പിടിക്കാൻ കണക്കിനുള്ള, ശേഖരിക്കാൻ കണക്കിനുള്ള ട്രേ വെച്ചിരുന്നാൽ മതി. നമ്മൾ പുതിയ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആകെ 150 രൂപ ചിലവുള്ളൂ. ഏതെങ്കിലും സ്പെയർ പാർട്സ് ഇടയിൽ നമ്മുടെ വണ്ടി മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ഫിൽറ്റർ തന്നെ കിട്ടും. ഇനി ഫിൽറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്ന മുമ്പ് ഇതിൻ്റെ അകത്ത് ഓയിൽ അല്പം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒരു ടിന്നിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കമ്പനി പറയുന്നത് 5W40 SN ഗ്രേഡ് ഓയിലാണ് പറയുന്നത്. നമ്മൾ ആ ഓയിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. 2.8 ലിറ്റേഴ്സ് മതി. ഒരു 3 ലിറ്ററിൻ്റെ ക്യാനാണ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 2.8 ലിറ്റേഴ്സ് കണക്കാക്കി ഒഴിക്കും. മൈക്രയുടെ ഓയിൽ ഫിൽറ്റർ താഴ്ന്ന് മുകളിലോട്ട് വെർട്ടിക്കൽ പൊസിഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ ഫില്ല് ചെയ്തിട്ട്
അതിനകത്തോട്ട് വെക്കുന്നത്. സൈഡ് ഹോളിൽ കൂടെ ഫില്ല് ചെയ്യുക. അന്നേരം ഓയിൽ എല്ലായിടത്തും ഒരുപോലെ ഫില്ലാവും. അപ്പോൾ ഈ കാണുന്ന ത്രെഡ്, നടുക്ക് കാണുന്ന ത്രെഡിൻ്റെ ലെവലിൽ ഓയിൽ ഫില്ല് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഓയിൽ ടച്ച് ചെയ്ത് ഈ ഓറെങ്കിലൊന്ന് തടവി കൊടുക്കണം. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ടൈം ഇതെടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഊരി വരാനും ഈ റബ്ബർ ബീഡിങ് എഞ്ചിനിൽ ഉരുകി പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പ്രത്യേക ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വയ്ക്കുക, ക്ലോക്ക് വൈസ് തിരിക്കുക, കൈകൊണ്ട് തന്നെ അങ്ങ് ടൈറ്റ് ചെയ്യുക. ഒരു 3/4 ത്രെഡ് ടൈറ്റ് ചെയ്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ, ഫിൽറ്ററിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ട്രെയിൻ നെറ്റ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇത് 14 mm ട്രെയിൻ നെറ്റാണ്. ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്യുക. പക്ഷേ സ്പാനറിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യരുത്, ഇത് പൊട്ടിപ്പോകും. നിങ്ങൾ ഈ കാണുന്നതാണ് നിസാൻ മൈക്രോയുടെ എൻജിൻ. ഈ കാണുന്നതാണ് ഓയിൽ ഫില്ലർ ക്യാപ്പ്. ഇത് ഓപ്പൺ ചെയ്ത് ഇതുവഴി ഓയിൽ ഫില്ല് ചെയ്യുക. ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇതിവിടെ ഓയിൽ സ്റ്റിക്കുണ്ട്. ഓയിൽ സ്റ്റിക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വയ്ക്കുക. അതെന്തിനെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ എയർ പിടിച്ച് ഇത് പെട്ടെന്ന് പുറത്തോട്ട് കളയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 2.8 ലിറ്റർ ഓയിൽ മതി. നമുക്ക് നേരിട്ട് കളയാതെ ഒഴിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒരു ഫണൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഒഴിക്കാൻ കഴിയും. അടുത്ത അതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് ആണ്. ഇതിൻ്റെ ബാറ്ററി. ഇതിൽ നോക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ബാറ്ററി ടെർമിനലിൽ ക്ലാവ് എന്തെങ്കിലും പിടിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത്, ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ മറ്റൊന്നുമില്ല, നമ്മൾ ബാറ്ററി കടയിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഫംഗസൊക്കെ അങ്ങ് പോകും. അതിനുശേഷം പെട്രോളിയം ജെല്ലി ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്താൽ പിന്നെ ഫംഗസ് പിടിക്കാതിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ബാറ്ററിയുടെ ലെവൽ നമുക്കിതിൽ നോക്കി അറിയാൻ കഴിയും. അതായത് ബാറ്ററി സർവീസിന് സമയമായോ എന്ന് ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും. ഇപ്പം ബാറ്ററി നമ്മൾ കാണുന്നത് ഗ്രീൻ സിഗ്നലാണ്, അതായത് ബാറ്ററി ഓക്കെ ആണ്. ഇനി ഗ്രേ ആവണമെങ്കിൽ മാത്രം ഏതെങ്കിലും ബാറ്ററി ഷോപ്പിൽ കൊടുത്ത് റീചാർജ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ. ബാക്കിലും നമ്മൾ ചെക്ക് ചെയ്യുക. 4 ഇൻഡിക്കേറ്റർ ബാക്ക് സൈഡിലും ഒന്ന് ചെക്ക് ചെയ്യുക. ഹോണ്, വൈപ്പർ, അതുപോലെ ബ്രേക്ക് ലൈറ്റ്, ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം ആക്സിലേറ്ററും ബ്രേക്ക് പെഡൽ ഇവ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നും ചെക്ക് ചെയ്യുക. മൈക്രോയ്ക്ക് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ റിവേഴ്സ് ലൈറ്റ്. ആ ലൈറ്റ് കത്തുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മൾ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആ സൗണ്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. അത് ഓയിൽ ചേഞ്ചിൻ്റെ പ്രത്യേകതയാണ്. ഓയിൽ ചേഞ്ച് കഴിഞ്ഞ ഉടനെ വണ്ടി ഒന്ന് സ്മൂത്ത് ആവും. ഒരു 2-3 മിനിറ്റ് വണ്ടി ഐഡിയലിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെയാ, ഉടനെ റേസ് ചെയ്യില്ല. കാരണം ഓയിൽ ചേഞ്ച് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ആ ഓയിൽ എല്ലായിടത്തും ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണ് മൈക്രോയുടെ പീരിയോഡിക് മെയിൻ്റെനൻസ്. ഒപ്പം ഫുൾ ബോഡി വാഷും കൂടെ ചെയ്യും. ഇത് മാത്രമാണ് സാധാരണ സർവീസ് സെൻ്ററുകളിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായി നമുക്ക് ആകെ ചിലവ് വന്നത് 1500 രൂപ മാത്രം. ഇത്രയും തന്നെ സർവീസ് നമ്മൾ കമ്പനി സർവീസ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസ് സെൻ്ററുകളിൽ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 6000 രൂപയോളം ചിലവ് വരും. നമുക്ക് അല്പ സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒപ്പം കാശും ലാഭം.